ഇന്ത്യൻ ഓവർസീസ് കൾച്ചറൽ ഫോറം അല്ലെങ്കിൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ഈ രണ്ട് സംഘടനകളും കോൺഗ്രസിൻ്റേത് തന്നെയാണ്. ഇതിൽ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന് പറയുന്ന OICCയുടെ ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ തോതിലുള്ള കൂട്ടയടികൾ നടന്നു വരികയാണ്. സുധാകരനും ഹൈക്കമാൻഡും തമ്മിൽ നേർക്കുനേർ കൊമ്പ് കോർക്കുന്ന കാഴ്ചകളാണ് ഈ OICCയുടെ ഭാരവാഹിത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ഇതിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ തള്ളി മുന്നോട്ട് പോകുന്ന സുധാകരൻ KPCC പ്രസിഡന്റായ സുധാകരൻ്റെ നിലപാടുകൾക്കെതിരെ ഹൈക്കമാൻഡ് ശക്തമായ നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതായത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം തള്ളിക്കൊണ്ട് സുധാകരൻ കുമ്പളത്ത് ശങ്കരൻപിള്ളയെ OICC ചെയർമാൻ സ്ഥാനത്ത് തന്നെ തുടരണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ നടപടി സുധാകരൻ്റെ നടപടി ഹൈക്കമാൻഡ് തള്ളിയതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നങ്ങൾ കാരണം. വയനാട് ദുരന്തത്തിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ, അതിന് തൊട്ട് മുമ്പുള്ള നാളുകളിൽ വയനാട്ടിലെ വലിയ തോതിലുള്ള കോൺഗ്രസിൻ്റെ നേതൃ ക്യാമ്പ് മിഷൻ 2025 ക്യാമ്പിന് മുന്നോടിയായി നേതൃസംഗമം കഴിഞ്ഞ് ഉടൻ തന്നെ വിദേശത്തേക്ക് പോയ സുധാകരൻ വിദേശത്തെത്തി കോൺഗ്രസിൻ്റെ സംഘടനയായ OICCയുടെ യോഗങ്ങളെല്ലാം പങ്കെടുക്കുകയും അതോടൊപ്പം തൻ്റെ എതിരാളിയായി മാറിയിരുന്ന ആളുകളെ വേഗത്തിൽ തന്നെ വെട്ടിനിർത്തി അവിടെ തൻ്റെ ഇഷ്ടക്കാരെ പ്രതിഷ്ഠിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ശങ്കരപിള്ളയെ പ്രതിഷ്ഠിച്ചിട്ട് കേരളത്തിലേക്ക് മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് സുധാകരൻ്റെ ആ നടപടിയെ മരവിപ്പിച്ച് വച്ചത്. അതോടുകൂടി വലിയ തോതിലുള്ള പ്രതിസന്ധികളാണ് കോൺഗ്രസിൽ രൂപപ്പെട്ടത്. UAE ഇൻകാസ് UK കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ സർക്കുലറിൽ കുമ്പളത്തെ വീണ്ടും ഒഴിവാക്കിയിട്ടുണ്ട്. കുമ്പളം ശങ്കരപിള്ളയെ വീണ്ടും ഒഴിവാക്കിക്കൊണ്ടാണ് അവിടെ നിന്നുള്ള പുതിയ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഇറക്കിയ ആദ്യ സർക്കുലറിൽ കുമ്പളത്തിൻ്റെ പേര് ഉണ്ടായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം കുമ്പളത്തെ ഒഴിവാക്കി പുതിയ സർക്കുലർ ഇറക്കി. ഈ സർക്കുലറിൽ ജെയിംസ് കൂടലാണ് ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് ഉള്ളത്. അതായത് സുധാകരൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് ജെയിംസ് കൂടലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് സുധാകരൻ ചെന്ന് ശങ്കരപിള്ളയെ ആക്കിയിട്ട് ജെയിംസ് കൂടലിനെ പുറത്താക്കിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. തിരിച്ചിവിടെയൊക്കെ കേരളത്തിൽ വന്ന ഉടനെ വലിയ താമസമില്ലാതെ ഹൈക്കമാൻഡ് ഈ നടപടി മരവിപ്പിച്ചു. പിന്നീട് ആദ്യം ഇറങ്ങിയ പ്രസിഡന്റിൻ്റെ പേരുള്ള കത്ത് സർക്കുലർ ഇറങ്ങി. രണ്ടാമത്തെ ഇറങ്ങിയതിനകത്ത് ശങ്കരപിള്ളയുടെ പേരേ ഇല്ല. പകരം പഴയ പ്രസിഡന്റായ ജെയിംസ് കൂടലിൻ്റെ പേരാണ് വന്നിരിക്കുന്നത്. നേരത്തെ കുമ്പളത്തെ മാറ്റിയത് പാർട്ടിയിൽ വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. VD സതീശൻ ഉൾപ്പെടെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതായത് VD സതീശൻ അടക്കമുള്ളവരുടെ നിലപാടുകൾ നിർണായകമായി എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കൃത്യമായി പറഞ്ഞാൽ സുധാകരനെ തകർക്കാൻ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിക്കാൻ തന്നെ ഇവർ തീരുമാനിച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് AICC ഇടപെട്ട് സുധാകരൻ്റെ ഉത്തരവ് മരവിപ്പിച്ചിട്ടുള്ളത്. VD സതീശൻ്റെയൊക്കെ ഇടപെടൽ വന്നതോടുകൂടിയാണ് സുധാകരൻ്റെ ഉത്തരവ് ഹൈക്കമാൻഡ് ഇടപെട്ട് മരവിപ്പിക്കാൻ കാരണം. AICCയുടെ നിർദ്ദേശം ലംഘിച്ച സുധാകരൻ്റെ നടപടിക്കെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. അതായത് ഒറ്റയാനായിട്ട് നീങ്ങുന്ന സുധാകരനെ എങ്ങനെയെങ്കിലും തങ്ങളുടെ വരുതിയിലാക്കി കൊണ്ടു നടക്കാനായിട്ട് AICC നേതൃത്വം വലിയ തോതിൽ ശ്രമിച്ചു വരുന്നുണ്ട്. എന്നാൽ സുധാകരനാകട്ടെ എങ്ങും പിടികൊടുക്കാതെ ഒറ്റയാനായി മേഞ്ഞു നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തൻ്റെ എതിരാളികളായിട്ടോ തൻ്റെ ഇഷ്ടക്കാരല്ലാതെയോ ഒക്കെ വരുന്ന ആളുകളെ വലിയ തോതിൽ പുറത്താക്കിക്കൊണ്ട് നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിലും മറ്റു പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സുധാകരന് മിക്കവാറും വെട്ടുവീഴാൻ സാധ്യതയുണ്ട്. എങ്ങനെയും ഈ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇവിടെ നടക്കുന്നു എന്നുള്ള പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.